ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് ബാക്കി വന്ന ദോശമാവിലേക്ക് ഇത്തിരി പരിപ്പിട്ടുകൊണ്ട് നല്ല കിടിലം വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുത്തേക്കണ്ട് നോക്കിയാലോ. അപ്പോൾ അതാ ബാക്കി വന്ന ദോശമാവ് കണ്ട് നല്ല കിടിലം വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇത്രയും ദോശമാവ് എടുത്താണ്. ഇത് രാവിലെ ബാക്കിയുള്ള ദോശമാവ് വൈകുന്നേരം കേട്ടോ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുക. അത്രയ്ക്കും നല്ല ടേസ്റ്റായിട്ട് എളുപ്പമായിട്ട് റെസിപ്പി. ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കണത്. ഇതുപോലെ ജസ്റ്റ് ഒന്നങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ 10 മിനിറ്റ് നേരം കുതിർത്തിയെടുത്ത പരിപ്പ് 2 തവിയാട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പരിപ്പ് ഇട്ടുകൊണ്ട് ഇങ്ങനെ ദോശമാവിലേക്ക് റെസിപ്പി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. 10 മിനിറ്റ് മാത്രം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്താൽ മതിയേ. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു വട്ടെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വൈകുന്നേരമൊക്കെ ചപ്പാത്തിക്ക് പകരമായിട്ടൊക്കെ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. രാവിലത്തെ ബാക്കി വന്ന ദോശമാവ് എടുത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ പിറ്റേന്നായാലും നമുക്കിതാ ഈ ഒരു ദോശമാവ് ഫ്രിഡ്ജിൽ വെച്ചാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഞാൻ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ജാറ് കൈക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. വെറും 5 മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇതിലേക്ക് ഞാനിതാ ഒരു ചെറിയ പീസാട്ടോ ഈ ഒരു സവാളൻ്റെ ഇതുപോലെ നൈസാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കരിവേപ്പില മല്ലിച്ചപ്പ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചെറുതാക്കി അരിഞ്ഞിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ ഒരു 5 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണുണ്ട്. ടൈം ഉണ്ടെങ്കിൽ മതിയിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നല്ലൊരു കിടിലൻ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ ഇതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കർ അടുപ്പത്ത് വെച്ചതിന് കേട്ടോ. 5 മിനിറ്റിനോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കിടിലൻ ചിക്കൻ കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ. കുക്കർ ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിതാ ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. 2 സ്പൂണ് മല്ലിപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1.5 സ്പൂണ് മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കട്ടെ വേണ്ടത്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണ്ടേ. പിന്നെ ഒരു വലിയ സവാള ഇതുപോലെ നൈസാക്കി അരിഞ്ഞിട്ട് അതും കൂടി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് കേട്ടോ. ഒരു ചെറിയ തവി വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇനി ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം 2 വലിയ തക്കാളിയും കൂടി ഞാൻ അരിഞ്ഞെടുത്ത് ഈ ഒരു സമയത്ത് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതക്കിയതുണ്ടല്ലോ അതൊക്കെ, പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ആ ഒരു ചിക്കനിന് മുകളിൽ നിൽക്കണ അത്ര വെള്ളം മാത്രം മതി. അങ്ങനെ നന്നായിട്ട് വാടിയെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരുപാട് മസാലകളോ ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ നന്നാക്കി അങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ 2 വിസിൽ അങ്ങോട്ട് അടുപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ 2 വിസിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാർ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 2-3 ഏലക്കായും കൂടി ഇതിൻ്റെ കൂടെ തന്നെ കുത്തിയിട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ മൂടി വെക്കാൻ. അങ്ങനെ വിസിലടിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഞാനിതാ ഇതിലേക്ക് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവാള ചെറുതാക്കി അരിഞ്ഞതോ ഈ ഒരു വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ വിസിലൊക്കെ അടുപ്പിച്ച് വെച്ച കുക്കർ നമ്മൾ പിന്നെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിച്ച് വെച്ചിരുന്നു കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 സ്പൂണ്
ചിക്കൻ മസാല ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതാ ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുക്കുന്നുണ്ടോ. പിന്നെ ഇതാ നമ്മൾ നേരത്തെ വിസിലടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങളെ കയ്യിൽ മല്ലിച്ചപ്പ് കരിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്തായാലും ഇഷ്ടപ്പെടണം. നല്ല ചിക്കൻ കറി കേട്ടോ. അതിൻ്റെ സ്മെല്ലിനെ കേട്ടാൽ നമുക്ക് കൂട്ടാനൊന്നും അത്രയ്ക്ക് ടേസ്റ്റാണ്. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു കിടിലൻ ചിക്കൻ കറി റെഡി ആയിന്. ചൂടാറിയാലട്ട് അതിൻ്റെ പ്രത്യേക ടേസ്റ്റ്. ഇനി നമ്മളെ മാവ് ഏകദേശം 5 മിനിറ്റോളം ആയിന്. ആ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന ടൈം മാത്രം മതിയിട്ട് നമുക്ക് ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ടൈം ഉണ്ടെങ്കിൽ അതില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലേ. ഇനി ഇതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ ഇതുപോലെ ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ തവി മാവ് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് ചട്ടി നന്നായിട്ട് അധികം ഇങ്ങോട്ട് തീ കൂട്ടരുത് കേട്ടോ. തീ കുറഞ്ഞിട്ട് വേണം കേട്ടോ മാവ് ഒഴിച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ചെട്ടിക്കാൻ നമുക്ക് കയ്യിൽ. പിന്നെ അങ്ങോട്ട് മൂടി വെച്ചതിന് ശേഷം നമ്മളിതാ തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ല ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല ദോശ പോലെ തന്നെ കിട്ടീന്. ഇനി കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബട്ടർ ഏതായാലും വേണ്ടിയില്ല കേട്ടോ. ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ്. 1 മിനിറ്റ് കൊണ്ട് തന്നെ ആയി കേട്ടോ ഈ ഒരു റെസിപ്പി. ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ ഇതിലേക്ക് കറിയോ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഞാൻ വെറുതെ ചിക്കൻ കറി ഉണ്ടാക്കിയതാട്ടോ. അങ്ങനെ 1-2 പ്രാവശ്യം അങ്ങോട്ടൊക്കെ മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ബബിൾസ് വരുമ്പോൾ നമ്മളെ ഈ ഒരു കിടിലം അടിപൊളി ടേസ്റ്റുള്ള ദോശമാവ് കൊണ്ട് ഉണ്ടാക്കിയ റെസിപ്പി കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ കിട്ടീനെ. ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അങ്ങനെ അടുത്തത് ഞാനിതാ ചൂട് കുറച്ച് മതിയിട്ട് ചട്ടിക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ മതി. ഇങ്ങോട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അങ്ങോട്ട് പരത്തി കൊടുക്കുക കേട്ടോ. അപ്പം തന്നെ മൂടി വെക്കണേ. ഇനി തുറന്നതിന് ശേഷം വീണ്ടും നമ്മൾ ബട്ടറോ നെയ്യ് എന്തായാലും വേണ്ടില്ല കേട്ടോ. ബട്ടറോ ഓയിൽ എന്താണ് പ്രശ്നമല്ലേ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. മറിച്ചിട്ട് കൊടുത്ത് 2-3 മിനിറ്റ് ഇങ്ങനെ നിൽക്കണേ. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് നമുക്ക് വേവൊക്കെ മനസ്സിലാവുള്ളൂ. തീ കൂട്ടരുത് ഒരിക്കലും കേട്ടോ. അങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ചപ്പാത്തിക്ക് പകരമൊക്കെ ഈ റെസിപ്പി അടിപൊളിയാണ്. ചപ്പാത്തിയേക്കാളും രസം കേട്ടോ. ഇനി നമുക്ക് കയ്യിൽ കരിവേപ്പിലൊക്കെ ഇതിൻ്റെ മുകളിൽ ഇടണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പി റെഡിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലിലുണ്ട്. കാണാത്തവരൊക്കെ കണ്ട് നോക്കണേ. നല്ല കിടിലം വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ള. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്